നമസ്കാരം. നമുക്ക് ഒരു 28 രൂപയ്ക്ക് കോട്ടയം മുതൽ ആലപ്പുഴ വരെ ഒരു ട്രിപ്പ് പോയാലോ? ഒരു ബോട്ട് യാത്ര, പൂർണ്ണമായ ഒരു വീഡിയോ ഞാൻ ഇതിലിടുന്നു കേട്ടോ. അപ്പം നമ്മൾ കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്ക് ഒരു ബോട്ട് യാത്ര. ഓക്കെ, അപ്പോൾ ഞാൻ കോട്ടയം കോടിമാതാ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കേട്ടോ. 28 രൂപയാണ് ഇവിടെ നിന്നും ആലപ്പുഴയിലേക്കുള്ള ചാർജ്. അപ്പോൾ 6:45, 11:30, 1 മണി, അങ്ങനെ 4-5 ബോട്ടുകൾ, 8 ബോട്ടുകൾ സർവീസുകൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടയം ടു ആലപ്പുഴ KSRTC പോലെ. ഇത് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, നമ്മൾ കേരള സർക്കാരിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഗതാഗത സംവിധാനമാണ്. നമ്മളവിടുത്തെ ട്രെയിനും അതുപോലെ പിന്നെ ബസ്സും ഒക്കെ പോലെ തന്നെ ഒരു സംവിധാനമാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാനും 5 മക്കളും കൂടി SWTD അതിന് നമ്പറൊക്കെ ഉണ്ട് അതിൽ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനവിടെ എത്തിയ സമയത്ത് 11:30 ബോട്ടിലാണ് നമ്മൾ യാത്ര തിരിക്കാൻ തീരുമാനിക്കുന്നത്. ഒരു 3 മണിക്കൂർ ജേണിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് വെള്ളത്തിൽ തന്നെ ആയിട്ട് ഒരു ഹോട്ടൽ, അതായത് കായലിൽ നിർത്തി കിട്ടിയിരിക്കുന്ന ഒരു ബോട്ടാണെന്ന് തോന്നുന്നു. അത് ഹോട്ടലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തത് ആ പാലത്തിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടാണ് യാത്രകൾ, കാരണം അപ്പുറത്തേക്ക് പോകുന്നില്ലെന്ന് തോന്നുന്നു. കോടിമാതാ വാട്ടർ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാനും നിൽക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഇവിടെ PCK റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, ചെറുതല്ല, അത്യാവശ്യം നമുക്ക് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ സാഹചര്യമുള്ള റെസ്റ്റോറൻറ്റും നമുക്കവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പോലീസ് ക്യാൻറ്റീൻ കോട്ടയത്തിൻ്റെയാണ്, അതാണ് PCK. അപ്പോൾ അവിടെ ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ 66 പേർക്കാണ് പാസഞ്ചർ കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കയറിയിരുന്ന് നമ്മളതായിട്ട് സീറ്റുകളൊക്കെ പിടിച്ചിട്ടാണ്. അപ്പോൾ 5 അവിടെ ഇരിക്കുന്നുണ്ട്. ബാഗൊക്കെ വെച്ചു, ഞങ്ങളവിടെ ഇരുന്നു. അപ്പോൾ 66 പേർക്ക് മാത്രമേ ഇതിൽ സഞ്ചരിക്കാനുള്ള അനുമതി ഉള്ളൂ. അപ്പോൾ ആ ബോട്ടിലേക്ക് നമ്മളെ കാക്കി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഡ്രൈവർ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 3-4 പേര് ഇതിലുണ്ട് മൊത്തത്തിൽ. ഡ്രൈവറും പിന്നെ ബാക്കിയുള്ള ഹെൽപ്പർമാരൊക്കെ ആയിരിക്കും. അപ്പോൾ ബോട്ട് പോകാറായി. അപ്പോൾ അവിടെ കെട്ടഴിച്ചു. അപ്പോൾ അത് ഇതിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ മുന്നിൽ നിന്ന് നമ്മുടെ ടിക്കറ്റ് മുറിച്ച് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു വിശാലമായ ഒരു വ്യൂ ഉള്ളൊരു യാത്രയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗത്തും കുറേ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ റോഡുകളുണ്ട്. പിന്നെ ഇതിൽ പോണ വഴിക്കൊക്കെ നമുക്ക് പാലങ്ങളുണ്ട്. ഇത് ബോട്ട് പോകുന്ന സമയത്ത് ഈ പാലം അവർ പൊക്കി കൊടുക്കും ബോട്ടിനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ 112 രൂപയ്ക്ക് ഞങ്ങൾ 4 പേർക്ക് ടിക്കറ്റ് വാങ്ങി കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുൻവശത്ത് നിന്ന് നമ്മുടെ ആ ബോട്ട് യാത്രയുടെ ഇത്. പിന്നെ 2 ഭാഗത്തും ചെറിയ ചെറിയ വീടുകളുണ്ട്. ആ വീടിൻ്റെ ഒക്കെ മുന്നിൽ, കുറേ വീടിൻ്റെ മുന്നിൽ ഇതേമാതിരി കായലിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളുണ്ട്. പിന്നെ എന്താ പറയുക, ആ നേരെ മുന്നിൽ ഒരു പാലം, അത് ബോട്ട് വരുന്നത് കണ്ട് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് അത് പൊക്കാനും താഴ്ത്താനൊക്കെ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട്. ചില വീടുകളുടെ മുന്നിൽ കൊതുമ്പ് വെള്ളം, പിന്നെ ചില വീടിൻ്റെ മുന്നിൽ ബോട്ടുകൾ, തോണി ഒക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഏതായാലും ആ ഒരു പാലം കാണാൻ പറ്റുന്നുണ്ടോ? അതിപ്പോൾ അവർ പൊക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് താഴ്ത്തും.
അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതൊരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇതിനിങ്ങനെ വീടുകളും ചെറിയ ചെറിയ വീടുകളും ഒക്കെ രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ പരന്ന് കിടക്കുന്ന പാടശേഖരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ വീട്ടുകാർ അവിടെ മീൻ പിടിക്കുന്നു, മീൻ നന്നാക്കുന്നു, അങ്ങനെ പല സംഭവങ്ങളും കാണുന്നുണ്ട്. അത് അത്യാവശ്യം ഉയരത്തിൽ. ഇതിൻ്റെ മറ്റു ഭാഗത്ത് കാണുന്നത് വയലാണ് കേട്ടോ, പാടം, നെല്ലും കൃഷിയൊക്കെ ഉള്ള പാടാണ് കാണുന്നത്. ഇതിൻ്റെ രണ്ട് ഭാഗത്തും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ഓരോ വീടുകളും നമ്മളിവിടെ റോഡ് സൈഡിലുള്ള വീട് പോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ വീടുകളാണ്. നല്ല ഭംഗിയുള്ള ചെറിയ രൂപത്തിലുള്ള വീടുകൾ. പിന്നെ കുറേ വീടുകളൊക്കെ പൂട്ടിക്കിടക്കുന്നുണ്ട്, ഉപയോഗശൂന്യമായതൊക്കെ ഉണ്ട്. ഇതടുത്തൊരു ബോട്ട് ജെട്ടി എന്ന് പറയാം. ബോട്ട് ജെട്ടി തന്നെ കേട്ടോ, ആൾക്കാർ കയറാനും ഇറങ്ങാനൊക്കെ. അപ്പോൾ ഈ വീട്ടിലത്തെ ആളാണെന്ന് തോന്നുന്നു. ഒരു അമ്മ ഇറങ്ങി അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരെ വീടിന് മുന്നിലുള്ള ബോട്ട് ജെട്ടി സർക്കാർ ബോട്ട് ജെട്ടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടേക്ക് റോഡ് മാർഗ്ഗമുണ്ട്, കാരണം വണ്ടിയൊക്കെ ബൈക്കൊക്കെ അവിടെ വീട്ടിന് മുന്നിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ അത് ഓടിട്ടതും വാർപ്പിട്ടതും ഓലയിട്ട് മേഞ്ഞതും ഒക്കെ ഒരുപാട് വീടുകളുണ്ട്. പിന്നെ എല്ലാ വീടിന് മുന്നിലും ഈ വഞ്ചി ഒരു കാഴ്ച, കൊതുമ്പ് വെള്ളം, പിന്നെ ചെറിയ വഞ്ചി ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ ആവശ്യത്തിന് അങ്ങോട്ട് കൊണ്ട് പോകാനുള്ളതായിരിക്കും. ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്. അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ കായലിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇതിൽ സമ്മാനിക്കുന്നത്. പിന്നെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ രണ്ട് ഭാഗത്തെയും കാഴ്ചകൾ പകർത്താൻ പറ്റി കേട്ടോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. നല്ല ഭംഗിയുള്ള മറ്റൊരു വീട്. എല്ലാ വീടിൻ്റെ മുന്നിലും ഇതൊരു ജുമാ മസ്ജിദ്. അതിൻ്റെ അടുത്ത് തന്നെ റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പൊട്ടിപ്പൊളിഞ്ഞൊരു വീട്, കള്ള് ഷാപ്പുകൾ, കടകൾ, അവിടെയൊക്കെ റോഡ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് അടുത്തൊരു ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ അവിടെ ആൾ കയറാൻ ഇറങ്ങാനില്ലാത്തതുകൊണ്ട് അവിടെ നിർത്തിയില്ല. പിന്നെ സൈഡിൽ കൂടി ചെറിയ റോഡ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊരു ക്ഷേത്രമാണ്. ഇത് വന്നിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ടോ. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ വീടുകൾ കാണുന്നുണ്ടോ. അതൊരു ചെറിയ കടയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയിപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പിരിഞ്ഞ് വലിയ നമ്മളെ വേമ്പനാട്ട് കായലിലേക്ക് കടക്കാനുള്ള സ്ഥലമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കാഴ്ചകളൊക്കെ ആസ്വദിക്കും.
just wanna be found. Ooh, I've been lost. I just wanna be found. Give me a sense of direction. Give me some time for introspection. Give me a sense of direction. Give me a sense of direction. Give me a sense, give me a sense, give me a sense of forward motion. We need to keep on going. We need to keep on going. We need to be forward thinkers. അപ്പം നമ്മുടെ ബോട്ട് വേമ്പനാട്ട് കായലിലേക്ക് കയറിയ അതുമുതൽ നമ്മുടെ ഹൗസ് ബോട്ടുകളുടെ പ്രളയമാണ് കേട്ടോ. ഇഷ്ടംപോലെ ഇപ്പം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ കാലമായതുകൊണ്ടാവും ഒരുപാട് ഹൗസ് ബോട്ടുകൾ പാസഞ്ചേഴ്സുമായിട്ട് ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ.
ഏകദേശം ഒരു 2:30 മണിയോ ആകാറായപ്പോഴേക്കും നമ്മൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് എത്താറായി കേട്ടോ. അപ്പോഴേക്കും പാസഞ്ചർ ബോട്ടുകൾ ഒരുപാട് ഇവിടുന്ന് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു യാത്ര പറ്റുമെങ്കിൽ ഒന്ന് ആസ്വദിക്കുക നമ്മൾ ആ വഴിക്കൊക്കെ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ചെറിയ എമൗണ്ടിന് ഇങ്ങനെ ഒരു യാത്ര ആസ്വദിക്കാൻ നമുക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടെയും സാധിക്കില്ല. പിന്നെ ബോട്ട് വലിയ പ്രതീക്ഷയോടൊന്നും പോകരുത്. ലക്ഷറി ഒന്നും 28 രൂപയ്ക്കുള്ള ഒരു ബോട്ടാണ്. പക്ഷേ കായലിലൂടെയുള്ള യാത്രയാകുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണുള്ളത്. അപ്പോൾ ഏതായാലും ആലപ്പുഴയിലോ അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കും കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്കും ഇതുപോലെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ആലപ്പുഴ ബോട്ട് ജെട്ടിയോടടുത്തപ്പോൾ അവിടെ ഒരുപാട് ശിക്കാര വള്ളങ്ങളും പിന്നെ ചെറിയ വള്ളങ്ങളും തോണികളും ഹൗസ് ബോട്ടുകളും ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കായിട്ട് കാത്തി നിൽക്കുകയാണ്. ഒരുപാട് ശിക്കാര വള്ളങ്ങളും അതുപോലെ ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു യാത്ര എന്തായാലും നിങ്ങൾ ആ വഴിയൊക്കെ പോകുമ്പോൾ എന്തായാലും ഒന്ന് ആസ്വദിക്കുക തന്നെ വേണം. അപ്പം എൻ്റെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.